ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ ഇന്നൊരു കല്യാണം ഉണ്ട്. ഞങ്ങള് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആട്ടോ. അതായത് പുതിയ ഉണ്ട്, ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കണ്ടിട്ട് വാങ്ങിയതാട്ടോ അത്. അപ്പൊ ഇതൊക്കെ ഇട്ടുകാണ്ട് ഫസ്റ്റ് പള്ളിക്കൊക്കെ ഇട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ റെഡിയായി ഒരുങ്ങിയിരിക്കണം കേട്ടോ. ഞാനും ഷാജിക്ക് ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പെണ്ണിനെങ്ങനെ ഓള് പോരുന്നില്ല, ഞാൻ വരുന്നില്ല, ഞാൻ പോണില്ലാന്ന്. അപ്പൊ ഞാൻ പോണില്ല എന്ന് പറയുമ്പോ ഓളുമില്ല. അപ്പൊ ഓക്ക് വേണ്ടിയിട്ട് ഞാനും പോവാണ് കല്യാണത്തിന് പോകാനും എന്താ പറയാ, ഒരു മടിയായിട്ടാണ് ഈ ഒരുങ്ങി ഇതാക്കി പോരുക. അപ്പൊ ഞങ്ങള് കല്യാണമൊക്കെ ഒന്ന് കൂടിയിട്ട് വരാം വിമോളെ. അപ്പൊ അതൊക്കെ ഒരുങ്ങി ഇറങ്ങിട്ടോ. വരി പോയിട്ട് വരണം കേട്ടോ. ഇപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. എടി എനിക്ക് സ്ഥലം കൊണ്ടേ അപ്പുറത്തോ ഞാൻ ഈ സ്ഥലത്ത് കൂടെ ഫസ്റ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? കളക്കുന്നാണോ? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഇതിക്കൂടെ ഞങ്ങൾ ബസ് തരും. നിങ്ങളെ സ്കൂൾ വണ്ടിയില്ലേ? ഇത് സ്കൂളല്ലേ? ഇവിടെ ഇതിന്റെ അന്ന് എന്താ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന എല്ലാരും മാറ്റിന് അന്നേ കാട്ടിയോലൊക്കെ അല്ലേ? നമ്മള് വ്ലോഗൊക്കെ എടുത്തിരുന്നു. ഒരു റിസോർട്ട് മഹാഗണി ഹട്ടിവി, അവിടെ വെച്ചിട്ടാണ് കല്യാണം. നടുക്കാണ് അത് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് എത്രയോ ദൂരം പോയിട്ടാണ് ഷാജിന്റെ വീട്. ഇവിടുന്ന് നമ്മള് വ്ലോഗൊക്കെ എടുത്ത് അത് മൊത്തം നമ്മള് കാണിച്ചതിന് കല്യാണത്തിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഒരു റിസപ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നൊക്കെ. ആനനെ പേടിക്കണമെന്നുള്ളൂ കേട്ടോ. ആന ഒരു റിസോർട്ടിലാണ്. ഞാൻ പറഞ്ഞില്ലേ വ്ളോഗ് എടുത്തിരുന്നു. ആ റിസോർട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ ഞങ്ങൾ ആ റിസോർട്ടിലെത്തി. ഷാജി വണ്ടിയൊക്കെ അവിടെ നിർത്തിങ്ങാണ്ട് ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷാജിനെ വെയിറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഷാജി വന്നു, ഞങ്ങൾ നേരെ ഇങ്ങനെ വന്നു. അപ്പോൾ നോക്കിക്കണ്ട് നല്ല എന്താ പറയുക, നല്ല വെയിലാണ്. പക്ഷെ അവിടെ നല്ല തണുപ്പ്, നല്ലൊരു ഇതിലാണ്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്നൊക്കെ ചെന്നുങ്ങാണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലല്ലേ, നല്ല തണുപ്പാട്ടോ. അതിന് ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ പോയി ഇങ്ങനെ നിന്ന്. അപ്പോൾ തന്നെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ എന്താ കല്യാണ വീട്ടിലെ ആളെന്താ പറഞ്ഞാൽ, പെട്ടെന്ന് നിങ്ങൾ ചോറുണ്ണാൻ പോയിക്കോളി പെട്ടെന്ന് ചോറുന്നോളി എന്ന് പറഞ്ഞാണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിന്നുങ്ങാണ്ട് പിന്നെ നമ്മൾ ആ കല്യാണം എന്താ പെണ്ണിൻ്റെ അവിടെയൊക്കെ നിന്ന് പോയിട്ടോ. പെണ്ണിന് കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അവിടെ പോയി അതിൻ്റെ ഹാളിലൊക്കെ പോയിങ്ങാണ്ട് എന്താ ചോറുണ്ണാനൊക്കെ ചോറുണ്ണാൻ പോയിങ്ങാണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ചോറുണ്ണാൻ. ഷാജി വേറൊരു സ്ഥലത്തായിരുന്നത്, ഞാനും മോളൊരു സ്ഥലത്തിരുന്ന്, വേറെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു, ഓലെ അടുത്താണ് ഞങ്ങളിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി നമുക്ക് ചോറിങ്ങനെ എല്ലാം ഇട്ട് തരാം. അപ്പോൾ ഞാൻ ചേച്ചിനോട് ഇങ്ങനെ പറയണേ, ചേച്ചി കുറച്ച് മതി എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കൈയോണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളെന്താ പറയുക, അതിൻ്റെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ കടായും നെയ്ച്ചോറായിരുന്നു. ആ നെയ്ച്ചോറൊക്കെ കിട്ടി നല്ല ഫുഡായിരുന്നു കേട്ടോ. പക്ഷേ എന്നിട്ട് പിന്നെ എന്താ പറയുക, കഴിക്കുന്ന സമയത്ത് അതേപോലെ ഇങ്ങനെ സംസാരിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. പക്ഷെ അവിടെ എന്താ പറയുക, നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ അവിടെ എന്താ സംഭവം, സോങ്ങൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ ഇത് വരും വിചാരിച്ചിട്ടാണ് സോങ് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ ചിക്കന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കന് വേണ്ടി ഇങ്ങനെ എല്ലാവർക്കും കുറച്ച് ഇങ്ങനെ ഇട്ടപ്പോൾ ആ ചിക്കൻ കഴിഞ്ഞു. അപ്പോൾ ചിക്കന് ചോറ് കഴിക്കാൻ പിന്നെ ചിക്കനില്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം എല്ലാവരും ഇങ്ങനെ നിന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ നിന്നു. അപ്പോൾ എന്താ പറയുക, അത് കിട്ടാൻ കുറച്ച് ടൈം പിടിച്ചു. അതിൽ പിന്നെ ചിക്കനൊക്കെ കിട്ടിങ്ങാണ്ട് എല്ലാവരും കഴിച്ചു. നല്ല ചിക്കൻ കടായി ആയിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, എരിവൊക്കെ കുറഞ്ഞിട്ടുള്ള ചിക്കൻ കടായി തന്നെ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ
ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞാണ്ട് പ്ലേറ്റൊക്കെ അത് ഇതാക്കി വെച്ചിട്ട് പ്ലേറ്റത്ത് എന്താ വേസ്റ്റ് ഒരു സ്ഥലത്തേക്ക് ഞാൻ പ്ലേറ്റ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടോ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പോന്നു. അതിൻ്റെ മുന്നേ തന്നെ ഷാജിൻ്റെ ചോറുണ്ണൽ കഴിഞ്ഞു കേട്ടോ. ചോറുണ്ണിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തുണ്ട് ഒരു വലിയൊരു മാങ്ങാമൂച്ചി അവിടെ ഒരു കുളമുണ്ട് കേട്ടോ. അതിന് വലിയ സൈസ് മാങ്ങയാണ്. ആ മാങ്ങ എന്തെന്നറിയോ, പിന്നെ റിയ എന്താ ഞാനിങ്ങനെ റിയനോ ഷാജി ഇങ്ങനെ കാണിച്ചു തരികയാണ്. എന്തെന്നറിയോ, എന്ത് കഴിക്കണം നോക്കും, മാങ്ങ നോക്കി ചാടിക്കിടങ്ങ ആ കുളത്തിൽ ചാടി. അപ്പോൾ വലിയൊരു കൊമ്പ് പൊട്ടിയിട്ട് മാങ്ങ ആ കുളത്തിൽ ഒന്നായിട്ട് ചാടിങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ സംസാരിച്ച് പിന്നെയും ഞങ്ങൾ എന്ത് കാണിച്ചു, കുറച്ച് സമയം എന്താ നമ്മൾ ഈ ഫുഡ് കഴിച്ചാൽ നമുക്കൊരു ചൂട് വരുമല്ലോ. അപ്പോൾ പിന്നെയും ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ ഹോളിൽ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്ന് കണ്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഓരോ സംസാരങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിച്ച് കഴിഞ്ഞാണ്ട് പിന്നെയും ഞങ്ങൾ എണീറ്റു കേട്ടോ. എണീറ്റ് പോവുമല്ലേ നമുക്ക് ഇറങ്ങാണ്ടൊക്കെ. കുറേ ആൾക്കാർ ഇപ്പോൾ കല്യാണ മണ്ഡപത്തിൽ നിന്നാണ്ട് കുട്ടികളൊക്കെ പിക്ക് എടുക്കുക, ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഞാനതൊക്കെ ഒന്നിങ്ങനെ ഫോട്ടോ എടുക്കണമൊക്കെ ഞാനിങ്ങനെ അവർ എടുക്കണമൊക്കെ ഒന്നിങ്ങനെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നു. അതിൽ പിന്നെ പോണ സമയത്താണ് പെണ്ണ് അവിടെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ പെണ്ണിനെ കണ്ടൊന്ന് സംസാരിച്ചു, പെണ്ണിൻ്റെ പിക്കൊക്കെ ഒന്ന് വീഡിയോസ് എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അതിന് നമുക്ക് ഷോർട്സ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ എടുത്തുങ്ങാണ്ട് ഞങ്ങൾ പോന്നു കേട്ടോ. പോന്നുങ്ങാണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വെയിലാണ്. ആ വെയിലത്ത് തന്നെ നമ്മൾ സ്കൂട്ടിയിലല്ലേ പോണത്, കാറിലൊന്നല്ലല്ലോ പോണത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയാം, നമ്മളെ വീഡിയോയിൽ നമ്മളെ യൂട്യൂബ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, നമ്മളെ വീഡിയോ ഇടേണ്ട ടൈം എന്താ വലിയ വീഡിയോ ഇപ്പോൾ നമ്മൾ 12 മണിക്കൂർ 6 മണിക്കൂറാണ് നമ്മളിത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. പക്ഷെ അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചത് 12 മണിക്ക് നമ്മളെ വലിയ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, 6 മണിക്ക് 6 o'clock ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മക്രോണിയോ കണ്ടങ്ങൾ മക്രോണി ഉണ്ടാക്കാണ്ടോ. ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കില്ല, അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇതാക്കണേ ഇതാ മക്രോണി ഉണ്ടാക്കുക. അതിട്ട് ഇതാക്കണം. എഗ്ഗ് എടുക്കണ്ടോ? 2 എഗ്ഗ് വേണം. ഇതാണ് നമ്മൾ അച്ചാർ ഇട്ടേണ്ടത്, കുപ്പിയിലാക്കി വെച്ച്. ഇത് മക്രോണിക്കുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഞാനിതാക്കണേ ഈ വൈറ്റ് ഡ്രസ്സ് ഞാൻ എന്ത് കാണിച്ചെന്നറിയാം, വൈറ്റ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടലില്ല. വാഷിംഗ് മെഷീനിൽ ഇടാതെ ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ കല്ലിൽ തിരുമ്പിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കാൻ വേറെ, വാഷിംഗ് മെഷീനിൽ അലക്കാൻ വെച്ചിരിക്കണം. പിന്നെ അതേപോലെ ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് നല്ലതായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിരിഞ്ഞ മുല്ലപ്പൂവൊക്കെ ഒന്ന് പറിക്കട്ടെ. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നല്ല മഴ പെയ്തിരുന്നു, അതേപോലെ നല്ല മഴ. ഇവിടെ കണ്ട മഴ പെയ്തിട്ട് പച്ചപ്പ് നല്ലോണം ഉണ്ടായി. നാലെണ്ണം കേട്ടോ കിട്ടിയത്. ഇല്ല അതിൻ്റെ അടിയിൽ ആരെയും പറിച്ചു പോയോന്നൊന്നും അറിയില്ല. എന്താ പറയുക, കുട്ടികളിങ്ങനെ ഉണ്ടാകും, കുട്ടികളിങ്ങനെ പറിച്ചൊക്കെ പോയി. മുല്ലപ്പൂക്കെ പറിച്ചു വന്ന് കേട്ടതാക്കണേ. ഞാൻ നല്ല അടിപൊളി നമ്മളെ മമ്പയറുണ്ടല്ലോ, വെള്ള മമ്പയറുണ്ടല്ലോ, അത് ഞാൻ നമ്മളെ ചിക്കൻ മസാലയൊക്കെ ഇട്ടുകൊണ്ട് അതേപോലെ ക്യാരറ്റ് അതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പം ഇനി അതൊന്ന് വറവിടണം. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഇതാക്കണേ നമ്മുടെ പാനിൽ തന്നെ വെച്ചിങ്ങനെ ഇപ്പോൾ വറവിടട്ടെ കേട്ടോ. അതിന് നല്ല വെളിച്ചെണ്ണയിലാണ് വറവിടുന്നത്. നല്ല അടിപൊളി കറി ലീഫ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കറി ലീഫ് ഇതാക്കണ ഞാൻ നിങ്ങൾക്കൊരു ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കൊണ്ടുവന്നത് ആരാണ്, എന്താണ്, എങ്ങനെയാണ് കറി ലീഫ് എന്നുള്ളതൊക്കെ അതിൽ ഞാൻ ഷോർട്സിൽ ഇങ്ങനെ പറയട്ടെ. അപ്പൊ നമ്മളെ ഷോർട്സ് നിങ്ങൾ കാണണം. എപ്പോഴും നമ്മളെ ഷോർട്സ് എപ്പോഴാണ് വരുന്നത് നിങ്ങൾ നോക്കുക. അതായത് പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളെ വീഡിയോസിന്റെ ടൈമൊക്കെ നമ്മൾ മാറ്റിയിരുന്നു. അതായത് വീഡിയോസിന്റെ ടൈം മാറ്റി എന്ന് പറയാൻ കാരണം, വലിയ വീഡിയോ 12 നമ്മൾ പകല്
എന്താ 12 മണിക്ക് അപ്ലോഡ് ചെയ്യും. പിന്നെ ഷോർട്സ് ഉണ്ടല്ലോ നമ്മൾ ഇത് ഈവനിങ് ടൈം 6 o'clock 6 മണിക്ക് ഷോർട്സും അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും, ഇതിന് ഞാൻ കടുകാണ് കേട്ടോ വറക്കുന്നത്. നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവുക കേട്ടോ. ബായ്. അപ്പൊ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം 12 മണിക്ക് ലോങ് വീഡിയോയും പിന്നെ 6 മണിക്ക് ഷോർട്സും ആട്ടോ അപ്ലോഡ് ചെയ്യാം. ബായ്.